ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും നാളെ ചോദ്യം ചെയ്യും. ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, അവരെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കാൻ എക്സൈസ് നേരത്തെ തീരുമാനിച്ചിരുന്നു. നാളെ ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യും. വിശദാംശങ്ങൾ. ഷമേ, ഹൈബ്രിഡ് കഞ്ചാവ് അവരെ പിടികൂടിയതിന് ശേഷം ആദ്യം പുറത്തു വന്ന വാർത്തകൾ സിനിമാ മേഖലകളിൽ നിന്നും 2 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം വാർത്തകളൊക്കെ തന്നെ അന്ന് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ ഇവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇവരുടെ ഫോൺ കോളുകളും അതോടൊപ്പം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നും അത് ശരിവെക്കുന്നതാണെന്ന് പിന്നീട് എക്സൈസിന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിന് കുറച്ചുകൂടി ശക്തി വന്നിരിക്കുകയാണ്. കാര്യം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലടക്കം ഹൈബ്രിഡ് കഞ്ചാവുകളും മറ്റ് മയക്കുമരുന്നുകളും സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ റാക്കറ്റാണ് ഇപ്പോൾ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത്. അവരെ കഴിഞ്ഞ ദിവസം പോലീസ് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും വളരെ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിൽ നിന്നും 5 പേരെ, അതായത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോമും കൂടാതെ സിനിമാ മേഖലയിലുള്ള മറ്റ് 3 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 5 പേരെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ 3 ദിവസത്തിനുള്ളിൽ വരാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെങ്കിലും നാളെ രാവിലെ തന്നെ ഇവർ എത്തിച്ചേരുമെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ ഇവർ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോമും ഒക്കെ തന്നെ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക. ഇവർ തമ്മിലുള്ള ബന്ധങ്ങളും അതോടൊപ്പം തന്നെ എക്സൈസിന് കിട്ടിയ വിവരങ്ങളും ഇതിന് പ്രത്യേക ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യാവലികളൊക്കെ തന്നെ വെച്ചുകൊണ്ടായിരിക്കും. കാര്യം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും, അതായത് തസ്ലീമയും അതോടൊപ്പം തന്നെ സുൽത്താൻ ഫിറോസ് അടക്കമുള്ളവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടായിരിക്കും ഈ 2 പേര് സിനിമാ മേഖലയിൽ 2 പേരും ശ്രീനാഥ് ഭാസിയും ഷൈനും കൂടാതെ 5 പേരെ ചോദ്യം ചെയ്യുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇതിലേക്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. നാളത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് എക്സൈസ് പോകാനാണ് സാധ്യത. ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന തെളിവുകൾ എക്സൈസിന് ലഭിച്ചു കഴിഞ്ഞാൽ അനന്തര നടപടികളിലേക്ക് എക്സൈസ് പോകും. ഷാജഹാൻ, ഈ തസ്ലീമയും ഷൈൻ ടോം ചാക്കോയുമായി വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനയാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ചാറ്റിൻ്റെ അടക്കം വിശദാംശങ്ങൾ എക്സൈസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ ഫോണിൽ നിന്ന് ഈ ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും നടന്നിരുന്നു. ഈ തസ്ലീമ നേരത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണെന്ന് കൂടിയുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഷാജഹാൻ, തീർച്ചയായിട്ടും ഈ തസ്ലീമ എന്ന് പറയുന്നൊരു സ്ത്രീ തമിഴ്നാട് സിനിമാ മേഖലയിലും അതോടൊപ്പം തന്നെ മലയാളം സിനിമാ മേഖലയിലുമൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധമാണ് അവർക്കുള്ളത്. ഇതിന് മുൻപ് തന്നെ തിഹാർ ജയിലിലടക്കം ഇവർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കിടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും എക്സൈസിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് മയക്കുമരുന്നും കള്ളക്കടത്തും അടക്കമുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന സുൽത്താനും ഇത്തരം ബന്ധങ്ങളുണ്ടായിരുന്നു. അയാൾ സ്വർണ്ണക്കടത്തുന്ന ഒരു റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് എക്സൈസ് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് തന്നെ. എന്തായാലും ഈ ശ്രീനാഥ് ഭാസിയും അതോടൊപ്പം തന്നെ ഷൈൻ ടോമും ഒക്കെ ആയിട്ട് തന്നെ അടുത്ത ബന്ധമാണ് തസ്ലീമയ്ക്കുള്ളത്. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിൻ്റെ കൈവശമുണ്ട്. പക്ഷേ അത് പുറത്തു വിട്ടിട്ടില്ല. നാളെ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എക്സൈസ് വിശദീകരിക്കുകയുള്ളൂ. നാളെ രാവിലെ 2 പേരെയും എത്തിച്ചേരുമെന്നാണ് എക്സൈസിന് ഇവർ നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്. ഷാജഹാൻ, ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും അല്ലാതെ മറ്റ് 3 പേർ കൂടി സിനിമാ മേഖലയിൽ നിന്നുണ്ട് എന്ന് പറയുന്നു. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ട്? അത്തരത്തിലൊരു പ്രൊഡ്യൂസർ അടക്കം മറ്റ് 3 പേർ കൂടി സിനിമാ മേഖലയിലുണ്ട്. ഒരാൾ ബിഗ് ബോസിലെ താരമാണ്. ഇങ്ങനെ ജിൻഡോ എന്നാണ് അയാളുടെ പേര്. ഇങ്ങനെ 1-2 പേരുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഇവരുടെ പേര് വിവരങ്ങൾ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. സിനിമാ മേഖലയിൽ നിന്നും 5 പേരുണ്ടാകും. ആ 5 പേരെയും ചോദ്യം ചെയ്യും. മറ്റ് പലരിലേക്കും അന്വേഷണം പോകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന കൂടി എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാര്യം ഈ സിനിമാ മേഖലയിലാണ് ഇവർ പ്രധാനമായിട്ടും സിനിമാ മേഖലയിലാണ് ഈ മയക്കുമരുന്ന് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം വിതരണം ചെയ്യാനായിട്ട് എത്തിയത്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം എക്സൈസ് ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോയി 2 ദിവസം അത്തരം പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2 പേരെ നാളെ ചോദ്യം ചെയ്യുക. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് പോകാനാണ് എക്സൈസിൻ്റെ തീരുമാനം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ 2 പേരെ നാളെ രാവിലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ ചോദ്യം ചെയ്യാൻ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തിച്ചേരുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും നാളെ എക്സൈസ് ചോദ്യം ചെയ്യും. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.